ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് ഇന്നലെ ഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലാണ് മോഹൻ ഭാഗവത് എത്തിയത്. എന്തിനാണ് ആർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത ഈ കൂടിക്കാഴ്ച? അസാധാരണമാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. മോഹൻ ഭാഗവത് ഡൽഹിയിലെത്തുന്നതും വളരെ വിരളമാണ്. പ്രത്യേകിച്ച് ഭരണാധികാരികളുമായി ആർഎസ്എസ് മേധാവി അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നതും വിരളം. എന്നാൽ എന്തുകൊണ്ടാണ് മോഹൻ ഭാഗവത് പെട്ടെന്ന് ദില്ലിയിലെത്തിയത്? കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി ആർഎസ്എസ് ആസ്ഥാനം നാഗ്പൂരിൽ സന്ദർശിച്ചിരുന്നു. അവിടെ വെച്ച് മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തുകയും ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിൻ്റെ സ്മൃതി മന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അടുത്തുണ്ടായ ചില സാഹചര്യങ്ങൾ, രാജ്യം നേരിടുന്ന ചില പ്രശ്നങ്ങൾ, ഇവയെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ആർഎസ്എസ് മേധാവിയുടെ ദില്ലി സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഏറെ വൈകിയാണ് അദ്ദേഹം ദില്ലിയിലെത്തിയത്. വൈകുന്നേരത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തി. ആർഎസ്എസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ മോദിയും മോഹൻ ഭാഗവതും തമ്മിലുള്ള കൂടിക്കാഴ്ച വളരെ രഹസ്യമായിരുന്നു. പ്രത്യേകിച്ച് നേതാക്കളോ മറ്റുദ്യോഗസ്ഥരോ ഒന്നും ഇരുവർക്കുമൊപ്പം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ദില്ലിയിലെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ദീർഘനേരം സംഭാഷണം നടത്തി. ചില നിർണായക തീരുമാനങ്ങൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തലുകൾ. സംഘവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിൻ്റെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമടക്കമുള്ള കാര്യങ്ങളിൽ ഇരുവരും തമ്മിൽ ചർച്ച നടത്തിയെന്നാണ്. പൊതു അഭിപ്രായ രൂപീകരണത്തിനും ഈ ചർച്ച വഴിവെച്ചിട്ടുണ്ട് എന്നും വിവിധ കോണുകളിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇന്ത്യ നേരിടുന്ന ഒരു പ്രതിസന്ധിയിൽ ആർഎസ്എസ് മേധാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. സംഘം സാധാരണഗതിയിൽ ഇത്തരം ഭരണപരമായ കാര്യങ്ങളിലോ ഇല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അധികം ഇടപെടാറില്ല. സംഘത്തിൻ്റെതായ അഭിപ്രായം പറയാറുണ്ട് എങ്കിലും ഇത്തരം കാര്യങ്ങളിൽ കൂടിക്കാഴ്ച നടത്തുന്നതും വിരളമാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം ഒരു തവണ പോലും ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ആർഎസ്എസ് മേധാവി ദില്ലിയിലെത്തി നടത്തിയിട്ടില്ല. ആർഎസ്എസിൻ്റെ വിവിധ ചുമതലകളുള്ള വ്യക്തികൾ പലപ്പോഴും BJP നേതാക്കളെ ബന്ധപ്പെടാറുണ്ടെങ്കിലും മന്ത്രിമാർ, MP-മാർ തുടങ്ങിയവരുമായി കൂടിയാലോചനകൾ നടത്താറുണ്ടെങ്കിലും ഇത്തരത്തിൽ നേതൃത്വങ്ങൾ തമ്മിൽ സംസാരിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത് വളരെ വിരളമാണ്. അപ്പോൾ നിർണായകമായ ചില തീരുമാനങ്ങൾക്ക് സമയമായിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമാണ്. പഹൽഗാമിലെ 26 ഇന്ത്യക്കാരെ മതം പറഞ്ഞ് വെടിവെച്ചു കൊന്ന സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. ഓരോരുത്തരുടെയും ധർമ്മം ചോദിച്ച്, നീ ഏത് മതത്തിൽപ്പെട്ടവനാണെന്ന് ചോദിച്ച് വസ്ത്രമുരിഞ്ഞ് പരിശോധിച്ച ശേഷം വെടിവെച്ചു കൊല്ലുന്ന തീവ്രവാദികളുടെ രീതിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യയിലുണ്ടെന്നത്. ജനങ്ങളുടെ വികാരം അണപൊട്ടിയിരിക്കുന്നു എന്നൊരു തരത്തിൽ കൂടി നമുക്ക് ഈ കാര്യങ്ങളെ വിലയിരുത്തേണ്ടതുണ്ട്. പ്രധാനമായും അഭിപ്രായ രൂപീകരണത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന സംഘടനയാണ് ആർഎസ്എസ്. എന്നാൽ ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷമം എന്നത് ഇന്ത്യക്കാർ നേരിട്ട കൂട്ടക്കൊലയാണ്. വംശഹത്യക്ക് സമാനമായ ഒരു ആക്രമണം കാശ്മീരിൽ, ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യക്ക് നേരെ ഉണ്ടായിരിക്കുന്നു, ഇന്ത്യൻ ജനതയ്ക്കെതിരായി. അതിനെതിരെ വലിയ വികാരം ജനങ്ങളിൽ നിന്നുണ്ടാകുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളുടെ അഖണ്ഡതയെ, നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിനെ, നമ്മുടെ പരമാധികാരത്തിനെ, ഇവയെല്ലാം ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരു സംഘടന, അതിന് തയ്യാറെടുക്കുന്ന മുതിരുന്ന ഒരു സംഘടന ഇന്ത്യൻ മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എത്രത്തോളം ഭീതിജനകമാണ്. അത് ഒട്ടും ആശാസ്യമല്ല. അതിനെ തലോടിക്കൊണ്ടല്ല ഇന്ത്യ മറുപടി നൽകുക. പാകിസ്ഥാന് ചെറിയ ചെറിയ ഇഞ്ചക്ഷനുകൾ ഇന്ത്യ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിൽക്കില്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയുടെ കൂടി ചുറ്റുവട്ടത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇന്ത്യ നടത്തിയ ചില നടപടികൾ, വ്യാപാരം പൂർണ്ണമായി അവസാനിപ്പിച്ചു. യാതൊരു വിധത്തിലുള്ള സഹകരണവും പാകിസ്ഥാനുമായി ഇനി ഇല്ല എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചു. സൈനിക തല ചർച്ചകൾ അവസാനിപ്പിച്ചു. എന്നാൽ അതിലും നിന്നില്ല. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. സിന്ധു നദിയിൽ നിന്ന് വെള്ളം വിട്ടുകൊടുക്കുന്നതിൻ്റെ അളവ് പൂർണ്ണമായും വെട്ടിച്ചുരുക്കി. അതിനോടൊപ്പം തന്നെ ഝലം നദിയിൽ പെട്ടെന്നുണ്ടായ പ്രളയം, ആ പ്രളയത്തിൽ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലടക്കമുണ്ടായ
പ്രശ്നങ്ങളും അവിടെ തുടരുന്ന പ്രക്ഷോഭങ്ങളും പാകിസ്ഥാനിൽ വലിയ തലവേദനയായിരിക്കുകയാണ്. എന്നാൽ ഇതിലൊന്നും ഒതുങ്ങില്ല എന്നുള്ളതാണ് ഇന്ത്യൻ നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഇന്നലെ നരേന്ദ്രമോദി സൈന്യത്തിന് സർവ്വസ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് രാജ്യത്തിനാകുന്നത് ചെയ്തോളൂ എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ മുൻപൊരു ദിവസം നരേന്ദ്രമോദി സൈനിക ഉദ്യോഗസ്ഥരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് 2019 അന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ ചൂടറിഞ്ഞു. ബലാക്കോട്ടിൽ അടിച്ചതും ഉറിക്ക് മറുപടി പറഞ്ഞതുമെല്ലാം പാകിസ്ഥാന്റെ ഓർമ്മയിലുണ്ട്. ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അത്രത്തോളം എളുപ്പമല്ല എന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെട്ടതിനാൽ സൈനിക വിന്യാസം കരുത്ത് കാട്ടാനും അവരിറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്ത് കാര്യം, എന്ത് കരുത്ത്? ലോകത്തെ സൈനിക ശക്തികളിൽ ഇന്ന് 4ാമതെന്ന് ലോകരാജ്യങ്ങൾ ഉദ്ഘോഷിക്കുകയാണ് ഇന്ത്യയെ. പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു? പട്ടിണിയും പരിവട്ടവുമായി 5 നൂറ്റാണ്ട് പിന്നിലാണ്. 7ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാത്ത ആൾക്കാർക്ക് 5 നൂറ്റാണ്ട് പിന്നിലെന്ന് പറഞ്ഞാൽ വലിയ പുരോഗമനമായി തോന്നിയേക്കും. പക്ഷെ പാകിസ്ഥാന്റെ അവസ്ഥ അതാണ്. പട്ടിണിയും പരിവട്ടവും, പോരാത്തതിന് മരുന്ന് പോലും കിട്ടാത്ത അവസ്ഥ. വെന്റിലേറ്ററിൽ കിടക്കുന്ന പാകിസ്ഥാനെ മോർച്ചറിയിലേക്ക് അയക്കാമെന്നാണ് ഇന്ത്യ ചെറിയ ഒരു സഹായം ചെയ്യുന്നത്. പാകിസ്ഥാന് നിലവിലുള്ള സംവിധാനങ്ങളിൽ സൈനിക വിന്യാസം നടത്താൻ പോലും ശേഷിയില്ല എന്നതുകൊണ്ട് ചൈനയെയും തുർക്കിയെയും ആശ്രയിച്ചു. കുറച്ച് മിസൈലുകൾ വാങ്ങി കറാച്ചിയിലും ഇസ്ലാമാബാദിലും കൊണ്ടുവച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയുടെ പടുകൂറ്റൻ മിസൈലുകൾ അഗ്നി 5 അടക്കം ബ്രഹ്മോസ് അടക്കം വന്നു വീഴുമ്പോൾ ചെറുക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കാനാണ്. പക്ഷെ സാധ്യമല്ല. പാകിസ്ഥാന് ഈ നിലയ്ക്ക് മുന്നോട്ട് പോകാനോ സൈനികമായി പ്രതിരോധിക്കാനോ യാതൊരു കരുത്തുമില്ല. സ്വന്തമായി വിമാനവാഹിനി കപ്പലുകളോ ആണവ അന്തർവാഹിനികളോ പാകിസ്ഥാനില്ല. സൈനികമായി കരുത്ത് കാട്ടാൻ സ്ഥിരമായിട്ടുള്ള സൈനിക സംവിധാനങ്ങൾ പോലും അവർക്ക് വേണ്ടവണ്ണം പ്രവർത്തിക്കുന്നതല്ല. കാരണം അവർ വളർത്തിയെടുക്കുന്നതും അവർ പണം മുടക്കുന്നതും തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാണ്. തീവ്രവാദികളെ സഹായിച്ചും അഴിമതി നടത്തിയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അധികാരികളും രാഷ്ട്രീയക്കാരും ഭരണത്തിൽ തുടരുമ്പോൾ എങ്ങനെയാണ് നല്ലൊരു സൈന്യം ആ രാജ്യത്തിനുണ്ടാവുക? എങ്ങനെയാണ് ആ രാജ്യത്തിലെ കുട്ടികൾക്ക് ആഹാരവും വിദ്യാഭ്യാസവും കിട്ടുക? എങ്ങനെ ആ ജനതയ്ക്ക് ചികിത്സ കിട്ടും? ഇതൊന്നുമില്ലാതെ നട്ടം തിരിഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയോട് മുട്ടാൻ വരുമ്പോൾ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് സഹോദരനായ ഷഹബാസ് ഷെരീഫിനോട് ഇന്നലെ ഒരു ഉപദേശം കൊടുത്തു. ഇന്ത്യക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കരുത്തരുത്, നിനക്കത് താങ്ങാനാവില്ല എന്നാണ്. നവാസ് ഷെരീഫിന് കൃത്യമായി അറിയാം, 3 തവണ പ്രധാനമന്ത്രിയായ ആളല്ലേ. അപ്പോൾ ഇന്ത്യയുടെ പവർ എന്താണെന്ന് നവാസ് ഷെരീഫ് മനസ്സിലാക്കിയത് കൊണ്ടും പലവട്ടം ചൂടറിഞ്ഞിട്ടുള്ളതും അതുകൊണ്ടും സഹോദരനോട് പറഞ്ഞു വേണ്ടാത്ത കളിക്ക് നിൽക്കരുതെന്ന്. പക്ഷേ ഇനി അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നരേന്ദ്രമോദി ഇന്ത്യയുടെ ചുണക്കുട്ടികളുടെ കയ്യിലേക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിടിച്ചു നിൽക്കാനല്ല, നിക്കറിൽ മുള്ളാൻ മാത്രമേ ഇനി പാകിസ്ഥാന് കഴിയുകയുള്ളൂ. ശക്തമായ തിരിച്ചടി. ഏത് സമയം, ഏത് സ്ഥലം എന്നുള്ളതെല്ലാം സൈന്യം തിരഞ്ഞെടുക്കും. എങ്ങനെ വേണമെന്നുള്ളതും സൈന്യം തീരുമാനിക്കും. ജയ് മാ കാലിയായോ ഗൂർഖാലി എന്ന് ഗൂർഖകളും ജോ ബോലെ നിഹാൽ സത് ശ്രീ അകാൽ എന്ന് സിഖുകാരും ഇവിടെ ഹർ ഹർ മഹാദേവ് എന്ന് വിളിച്ച് മറാത്തകളും അടിക്കൊല്ലോ എന്ന് വിളിച്ച് മദ്രാസികൾ ഇറങ്ങുമ്പോൾ പാകിസ്ഥാനികളൊന്ന് വിറയ്ക്കുക മാത്രമല്ല ഈ വെന്റിലേറ്ററിൽ നിന്ന് മോർച്ചറിയിലേക്കുള്ള വഴി കൂടി അങ്ങ് വെട്ടിക്കൊടുക്കും. അതാണ് ഇന്ത്യ ചെയ്യാനിരിക്കുന്നത്. എന്തായാലും RSS മേധാവി മോഹൻ ഭാഗവതും നരേന്ദ്രമോദിയും 2 സ്വയം സേവകന്മാർ, ഇന്ത്യക്ക് വേണ്ടി ജീവിതമർപ്പിച്ച 2 സ്വയം സേവകന്മാർ ഒരുമിച്ചിരുന്നൊരു ചർച്ച കൂടിയിരിക്കുന്നു, ഒരു മീറ്റിംഗ് കൂടിയിരിക്കുന്നു. അതിനപ്പുറം ആ ബൈഠക്കിനപ്പുറം വരാനിരിക്കുന്നത് വലിയ തീരുമാനങ്ങളാണ്, കടുത്ത തീരുമാനങ്ങളാണ്. ഇന്ത്യ എന്താണ്? ഇന്ത്യ ആഗ്രഹിക്കുന്ന സമാധാനം. ആ സമാധാനം വാജ്പേയി പറഞ്ഞതുപോലെ ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു, എക്കാലത്തും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു. പക്ഷേ ഞങ്ങളുടെ കരുത്തെന്താണെന്ന് അറിയിക്കാൻ സമയം വന്നാൽ ഞങ്ങൾ അതിനും മടിക്കില്ല എന്ന് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ അതേ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ തന്നെ പിന്മുറക്കാരായ 2 സ്വയം സേവകർ തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്ത്യ പ്രതികരിക്കാൻ പോകുന്നു. കാണാം വരും ദിവസങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.